രാത്രി അത്താഴം കഴിഞ്ഞ് ടി വി കണ്ടിരിക്കുന്നവനെ ഒന്ന് നോക്കിയിട്ടാണ് രാധയ്ക്ക് കിടക്കാൻ പോയത്. അമ്മയും മഞ്ജും ഉറക്കമായെന്ന് മനസ്സിലായി അഭി ടി വി ഓഫ് ചെയ്തിരുന്ന സെറ്റിൽ തന്നെ മലർന്നു കിടന്നു. ആ സമയം അവൻ്റെ ഉള്ളിൽ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് ആ കടയിൽ വെച്ചുള്ള സംസാരമായിരുന്നു. വിമല പറഞ്ഞത് നിവിയെ ചേർത്താണെങ്കിൽ ലക്ഷ്മിയെ കൂടെ കണ്ടിട്ടാണ് താൻ അവിടെ കയറിയിരുന്നത് എന്നാണ് കടയിലുള്ളവർ പറഞ്ഞത്. ഇത്രയേറെ തന്നെക്കുറിച്ച് ചിലരെങ്കിലും ചിന്തിക്കാൻ ഒരുത്തി ആത്മാർത്ഥമായി പ്രണയിച്ചു എന്നതല്ലാതെ താൻ എന്ത് തെറ്റാണ് ചെയ്തത്? അവളെ ചതിക്കാൻ കഴിയാതെ കൂടെ കൂട്ടിയതാണോ താൻ ചെയ്ത തെറ്റ്? ആരോടൊന്നും പ്രതികരിക്കാൻ പോലും ആവാതെ നിന്നു പോകുന്നത് തൻ്റെ പിടിപ്പുകേട് കൊണ്ട് സംഭവിച്ച കാര്യങ്ങൾക്കിനിയും ആരും വേദനിക്കരുത് എന്നോർത്താണ്. പക്ഷേ ഈ നാണക്കേട് സഹിച്ച് ഇനിയും എത്ര കാലം കഴിയണം? സ്വയം ജീവിതം അവസാനിപ്പിക്കില്ല എന്ന് അമ്മയ്ക്ക് കൊടുത്ത വാക്കിൻ്റെ പുറത്ത് മാത്രമാണ് ഈ നശിച്ച ജീവിതം ഇങ്ങനെ വലിച്ചു നീട്ടുന്നത്. ആലോചനയ്ക്കൊടുവിൽ വേദനയുടെ നെഞ്ചൊന്ന് തിരുമി നിറഞ്ഞു തുളുമ്പുന്ന മിഴികൾ ഇറക്കി അടച്ച് അവിടെ തന്നെ കിടന്നു അബി. അബി, എടാ മോനെ. രാവിലെ ഉണർന്ന് എഴുന്നേറ്റ് വന്ന രാധിക സെറ്റിൽ കിടക്കുന്നവനെ കാണി വല്ലായ്മയുടെ വിളിച്ചുണർത്താൻ ശ്രമിച്ചു. ഒരു കാലം മടക്കി വെച്ച് മറുകാല സെറ്റിയുടെ പുറത്ത് നീണ്ടു കിടപ്പുണ്ട്. മോനെ അബി. അവൻ്റെ അടുത്ത് വന്നിരുന്ന് തലയിൽ തലോടിക്കൊണ്ട് അവർ വിളിച്ചു. ഉറക്കപ്പിച്ചയിൽ അവനൊന്ന് മൂളി. ഇവിടെയാണോ അബി കിടന്നത്? ഒന്ന് നിവർന്ന് കിടക്കാൻ പോലും പറ്റാതെ കൈയും കാലും ഒക്കെ വേദനിക്കും. എഴുന്നേറ്റ് മുറിയിൽ ചെന്ന് കിടക്കാൻ നോക്കടാ. പുളിപ്പ് മാറാത്ത കണ്ണുകൾ വലിച്ചു തുറന്ന് അവരെ നോക്കി അബിയോട് രാധിക പറഞ്ഞു. മണി എത്രയായി അമ്മേ? ഇന്ന് 9 മണിക്കൊക്കെ ആകുമ്പോൾ സച്ചിൻ്റെ കൂടെ ഒരു സ്ഥലത്ത് പോകാനുള്ളതാണ്. കണ്ണുകൾ 1-2 വട്ടം ചിമ്മി അടച്ച് തുറന്നവൻ പറഞ്ഞു. നേരമൊന്നും ആയില്ല, 5 ആയിട്ടേ ഉള്ളൂ. നീ ഇപ്പം മുറിയിൽ ചെന്ന് കിടക്കാൻ നോക്ക്. 7 മണി കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. അവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് അവർ പറഞ്ഞു. പറഞ്ഞിട്ട് രാധിക എഴുന്നേറ്റ് അടുക്കളയിൽ പോയതും മടിയോടെ അബി എഴുന്നേറ്റ് റൂമിലേക്ക് പോയി. മുറ്റമടിക്കാൻ ചൂലും എടുത്ത് വീടിൻ്റെ മുൻവശത്തേക്ക് വന്ന രാധിക ഗേറ്റ് കടന്നു വരുന്ന പ്രവീണിൻ്റെ കാർ കാണി ഓടി അവർക്ക് അടുത്തേക്ക് ചെന്നു. നിങ്ങളത് എന്താ പിള്ളേരെ? ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇത്ര രാവിലെ? കാറിൽ നിന്നും ഇറങ്ങിയ ആര്യയുടെ വാടിയ മുഖം കാണി അവർ ആശങ്കയോടെ തിരക്കി. അതൊന്നുമില്ലമ്മേ, ഞങ്ങൾ വെറുതെ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. ആര്യ എന്തെങ്കിലും പറയും മുൻപ് പ്രവീൺ കുഞ്ഞൊരു ചിരിയോടെ പറഞ്ഞു. അവൻ്റെ വർത്തമാനം കേട്ടിട്ട് സമാധാനമില്ലാതെ രാധിക മകളെന്ന് നോക്കി. ആര്യ അമ്മയ്ക്ക് മുഖം കൊടുക്കാതെ വീടിനകത്തേക്ക് കയറിപ്പോയി. വേദു, നമ്മളെത്തി, കുഞ്ഞിറങ്ങിക്കേ. കാറിൻ്റെ പിൻസീറ്റിൽ കിടന്ന് ഉറങ്ങുകയായിരുന്ന വേദി വിളിച്ചുണർത്തി പ്രവീൺ. ഇന്ന് കുഞ്ഞിന് സ്കൂളിൽ പോകണ്ടായിരുന്ന മോനെ. കണ്ണും തിരുമ്മിക്കൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങി വന്ന കൊച്ചുമകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് രാധിക തിരക്കി. സ്കൂളിൽ പോകണമായിരുന്നമ്മേ. ഇന്ന് ഒരു ദിവസം ഉച്ചവരെ ഞാനും ഫുൾ ഡേ എൻ്റെ മോളിൽ ലീവാക്കി. അവർക്കൊപ്പം അകത്തേക്ക് നടക്കുന്നതിൽ പ്രവീൺ തമാശ പോലെ പറഞ്ഞു. നിങ്ങളിരിക്കെ, ഞാൻ ചായ എടുക്കാം. എന്തൊക്കെ ചോദിക്കണമെന്ന് തോന്നിയിട്ടും എല്ലാം ഉള്ളിൽ അടക്കി പിടിച്ചുകൊണ്ട് ആര്യയുടെ കടുത്ത മുഖത്തേക്ക് നോക്കിയിട്ട് അവർ അടുക്കളയിലേക്ക് നടന്നു. എന്താര്യേ, എന്താ പ്രശ്നം? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? എന്തായാലും അമ്മയോട് പറയുമോളെ. തനിക്ക് പിന്നാലെ അടുക്കളയിലേക്ക് വന്ന ആര്യയോട് ചായക്കുള്ള വെള്ളം സ്റ്റൗവിലേക്ക് വയ്ക്കുന്നിടയിൽ രാധിക തിരക്കി. അവിടെ ചോദ്യത്തിലും മുഖത്തുമൊക്കെ കാര്യം അറിയാനുള്ള വെപ്രാളം നിറഞ്ഞു നിന്നു. അമ്മേ, രാധിക ചുറ്റിപ്പിടിച്ചെന്ന് വിതുമ്പിക്കൊണ്ട് വിളിച്ചു ആര്യ. എന്താ, എന്തിനാ മോളെ നീ കരയുന്നത്? കാര്യം പറ മോളെ, ഞാൻ അബിയെ വിളിക്കട്ടെ. തൻ്റെ തോളിൽ അമർത്തി വെച്ച അവളുടെ മുഖം പിടിച്ചുയർത്തി ചോദിക്കുമ്പോൾ രാധികയുടെ കണ്ണുകളും നിറഞ്ഞുപോയി. അവിടെ ആകെ പ്രശ്നമാണമ്മേ. എനിക്കിനിയും അവിടെ പ്രവീണേട്ടൻ ഇല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അവരുടെ കൈകളിൽ പിടിച്ച് നിറമിഴികളോടെ പറഞ്ഞു ആര്യ. എന്താ ചേച്ചി, ചേച്ചി എന്തിനാ കരയുന്നേ? വണ്ടിയുടെ ശബ്ദം കേട്ട് വേദുവിൻ്റെ ഒച്ചയും കേട്ട് എഴുന്നേറ്റ് വന്ന അഞ്ജു ആര്യയുടെ കലങ്ങി മിഴികൾ കാണി വെപ്രാളത്തോടെ ചോദിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് കയറി വന്നു. ഒന്നുമില്ല അഞ്ജു. കണ്ണും മുഖം തുടച്ചുകൊണ്ട് ആര്യ പറയാൻ ശ്രമിച്ചു. ഒന്നുമില്ലേ? പിന്നെ എന്തിനാ ഈ കണ്ണിങ്ങനെ നിറഞ്ഞിരിക്കുന്നേ? ആ തള്ള വീണ്ടും പ്രശ്നം തുടങ്ങിയോ? ദേഷ്യത്തിൽ ചോദിക്കെ പെണ്ണിൻ്റെ ഒച്ച ഉയർന്നു. ആരും ഒന്നും പറയാതെ ദയനമായി അനിയത്തിയെ നോക്കി. നിർത്തഞ്ചു, നീ ചെന്ന് അബിയെ വിളിക്ക്. ഇവർ വന്നിട്ടുണ്ടെന്ന് അവരോട് പറ. ചായ പഞ്ചസാര ചേർത്ത് അരിച്ച് ഒടുക്കിനിടയിൽ രാധിക പറഞ്ഞു. ഞാൻ വിളിക്കണ്ട, ഏട്ടൻ പ്രവീണേട്ടൻ്റെ അടുത്തിരിപ്പുണ്ട്. നീ വാടാ വേദുട്ടി, നമുക്ക് അങ്ങോട്ട് പോകാം. അമ്മയും ചേച്ചിയും തറപ്പിച്ചു നോക്കിയിട്ട് വേദുവിനെ കൂട്ടി ഹാളിലേക്ക് വന്നു അഞ്ജു. എന്താളിയാ പ്രശ്നം? എന്താണെന്ന് തുറന്നു പറയും. ഒന്നുമില്ലെന്ന് അളിയൻ പറയണ്ട. ഒരു പ്രശ്നവുമില്ലാതെ അവളെ മനസ്സ് വിളിക്കുന്ന എന്തോന്നില്ലാതെ എൻ്റെ ആരും ഈ നേരത്തെ കൊച്ചിനെ സ്കൂളിൽ വിടാതെ ഇങ്ങോട്ട് വരില്ലെന്നൊക്കെ എനിക്കറിയാം. പ്രവീണിൻ്റെ മങ്ങിയ മുഖത്തേക്ക് നോക്കി അബി ഇത്തിരി കടുത്ത ശബ്ദത്തിൽ പറഞ്ഞു. അബി, അത് അവിടെ വൈഷ്ണവി വന്നിട്ടുണ്ട്. പ്രവീൺ മടിയോടെ പറഞ്ഞു. അതിന്? അവൾ അവിടെ വന്നതിന് നിങ്ങളീ വെളുപ്പിനിങ്ങി പോരാൻ അവൾ ആദ്യമായിട്ടാണോ അവിടെ വരുന്നത്? പ്രവീൺ പറഞ്ഞതിൽ എന്തോ പൊരുത്തക്കേട് തോന്നി ചോദിച്ചു അബി. അച്ഛമ്മ അമ്മേനെ പിടിച്ച് തള്ളി മാമേ. അബിയുടെ അടുത്ത് വന്ന് ഇരുന്നിട്ട് വേദു പറഞ്ഞു. തള്ളിയോ? എന്തിന്? കടുത്ത മുഖത്തോടെ അബി രണ്ടാളെയും മാറി മാറി നോക്കി. അത് അബി പിന്നെ വേദുവിനെ നോക്കി കണ്ണൊട്ടിക്കൊണ്ട് ആര്യ പറയാൻ ശ്രമിച്ചു. കാര്യം പറയാരി,
എന്തിനാ അവർ നിന്നെ പിടിച്ചു തള്ളിയത്? കൈ പിണച്ചു കെട്ടിയിരുന്നുകൊണ്ട് അഭി തിരക്കി. അഭി, ആ വൈശു അങ്ങോട്ടും വരുന്നെന്ന് പറഞ്ഞതിനെ ചൊല്ലി ഞാനും ആ സ്ത്രീയുമായിട്ട് ചെറിയൊരു വഴക്ക് നടന്നു. അതാണ് ഞാൻ ചോദിച്ചത്. അവളുടെ അമ്മയെ കാണാൻ അവൾ വരുന്നതിന് എന്തിനു വഴക്കുണ്ടാക്കണം? അഭി കണ്ണുകൾ ചുരുക്കി അവളെ സൂക്ഷിച്ചു നോക്കി. വെറുതെ വന്നു പോകാനല്ല, അവിടെ ആകാശിൻ്റെ വീട്ടിൽ അവൻ്റെ അമ്മയുമായിട്ട് വഴക്കായിട്ട് ഇവിടെ താമസിക്കാൻ വന്നതാണ്. ഇവിടെ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞതിനാണ് ആ സ്ത്രീ എന്നെ വിതുമ്പലോടെ ആരെയൊന്ന് നിർത്തി. എനിക്ക് ഞാനില്ലാതെ ഇവരെ ഇവിടെ നിർത്തി പോകാൻ പേടിയാണ് അളിയ. ഇന്നലെ അവൾ കരഞ്ഞു വിളിച്ചു പറഞ്ഞപ്പോൾ ഞാനും ആകെ പേടിച്ചു പോയി. അതാണ് രാത്രി തന്നെ ജോലി സ്ഥലത്തു നിന്നും ഓടി പാഞ്ഞു വന്നത്. ഇന്നിപ്പോൾ ഹാഫ് ഡേ ലീവാണ്, ഉച്ചയ്ക്ക് കയറണം. പ്രവീൺ വല്ലായ്മ പറഞ്ഞുകൊണ്ട് മുഖമെല്ലാം തിരിച്ച് ആരെയും നോക്കി. അവൾ ആ നിമിഷം അവനെ നോക്കിയതേയില്ല. ഞാൻ മുൻപേ പറഞ്ഞതാണ് ആ വീട്ടിൽ നിങ്ങൾ നിൽക്കേണ്ടത്. അന്നത് കേട്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പ്രശ്നമുണ്ടാകുമായിരുന്നു. അബിക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അച്ഛനെ ഓർത്ത് മാത്രമാണ് അബി. അല്ലെങ്കിൽ എന്ന് ഞാൻ അവരെ അവിടെ നിറക്കി വിട്ടേനെ. അച്ഛന് ഞാൻ വാക്ക് കൊടുത്തു പോയി. അച്ഛൻ ജീവിച്ചിരിക്കുന്ന കാലം വരെയും അവരെ രണ്ടാളെയും അവിടെ നിറക്കി വിട്ടില്ലെന്ന്. അബിയെ മുഖമുയർത്തി നോക്കാൻ പോലും മടിച്ച കൈകളിൽ മുഖം താങ്ങിയിരുന്നു പറഞ്ഞു പ്രവീൺ. നിന്റെ ദേഹത്ത് കൈവയ്ക്കാനുള്ള അനുവാദം അവൾക്ക് ആരടി കൊടുത്തത്? തിരിച്ചൊരെണ്ണം കൊടുക്കാൻ നിനക്ക് പറ്റില്ലായിരുന്നു. ഞാൻ ആ തള്ളെ വെറുതെ വിടുമെന്ന് കരുതണ്ട. പിന്നെ ഇനി നിങ്ങൾ അങ്ങോട്ട് പോകണ്ട. ഒരുപാടൊന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് ഒരു വീട് വെക്കാനുള്ള സ്ഥലം അപ്പുറത്തുണ്ട്. പതിയെ നമുക്ക് അങ്ങനെ എന്തെങ്കിലും നോക്കാം. കടുത്ത ദേഷ്യം കടിച്ചു പിടിച്ചുകൊണ്ട് അബി പറഞ്ഞു. ഇപ്പം തൽക്കാലം 2 ദിവസം ഇവരോട് നിൽക്കട്ടെ അബി. അത് കഴിഞ്ഞ് എന്താ വേണ്ടതെന്ന് നോക്കാം. പിന്നെ ആ വീട് എൻ്റെ അമ്മയുടെ പേരിലാണ്. അതിൽ മറ്റ് അവകാശികളൊന്നും വരാനില്ല. അങ്ങനെയുള്ളപ്പോൾ ഇനിയും ഒരു വീട് അത് വേണോ അബി? അബി നോക്കി പറഞ്ഞു വന്നത് ഒരു വല്ലായ്മയുടെ നിർത്തി പ്രവീൺ. അങ്ങനെ അവകാശം പറഞ്ഞു നിൽക്കാനാണെങ്കിൽ അച്ഛന് കൊടുത്ത വാക്കിൻ്റെ പുറത്ത് ആ സ്ത്രീയെ കാലങ്ങളോളം നിങ്ങൾ സഹിക്കേണ്ടി വരും അളിയ. ഇതുവരെ നാവാട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എൻ്റെ പെങ്ങളുടെ ദേഹത്ത് അവർ കൈവച്ച് തുടങ്ങി. ഇനിയും അവളെ അങ്ങോട്ട് വിടുന്നത് ശരിയാവില്ല. അബി തൻ്റെ ഇഷ്ടക്കേട് തുറന്നു പറഞ്ഞു. അങ്ങനെയല്ല അബി, അച്ഛനെ എങ്ങനെ ഞാൻ തനിച്ചാക്കും? അച്ഛൻ്റെ ആഹാരക്കാര്യവും മരുന്നും മറ്റുമൊക്കെ ആരെയാണ് ശ്രദ്ധിക്കുന്നത്? കുളിക്കാൻ മാത്രമാണ് അവരുടെ സഹായം അച്ഛനുള്ളത്. ഇതിപ്പോൾ ഞങ്ങൾ രണ്ടാളും അവിടെ ഇല്ലെന്ന് വന്നാൽ അവർ അച്ഛനെ നോക്കില്ല. എനിക്ക് എൻ്റെ അച്ഛനെ ഉപേക്ഷിക്കാൻ പറ്റില്ല അബി. വിഷമത്തോടെ പറയുമ്പോൾ പ്രവീണിൻ്റെ കണ്ണുകൾ നനഞ്ഞിരുന്നു. എന്നാൽ അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ മോനെ. ഇനിയും എൻ്റെ കുഞ്ഞിനെ അങ്ങോട്ട് വിട്ടിട്ട് ഞങ്ങൾ എങ്ങനെയാണ് സമാധാനത്തോടെ ഇവിടെ കഴിയുക? തുളുമ്പി നിന്ന കണ്ണുകൾ തുടച്ചിട്ട് രാധികയെ ചോദിച്ചു. അച്ഛനൊന്നും വരില്ലമ്മേ. ആര്യ അവിടെ തോളിൽ മുഖം ചേർത്തിരുന്നു പറഞ്ഞു. ഇവരുടെ കാര്യം ഓർത്താളിൽ വിഷമിക്കേണ്ട. മോളെ സ്കൂളിൽ കൊണ്ടുപോയി വിടാനും കൂട്ടിക്കൊണ്ടു വരാനുമുള്ള ഏർപ്പാട് ഞാൻ ചെയ്തോളാം. പിന്നെ അങ്കിളിൻ്റെ കാര്യം ഞാനൊന്ന് ശ്രദ്ധിച്ചോളാം. തൽക്കാലം നിങ്ങൾ സമാധാനത്തോടെ പോയിട്ട് വാ മനുഷ്യ. പ്രവീണിൻ്റെ വാടി തളർന്നുള്ള ഇരിപ്പ് കാണി അവനെ തോളുന്ന് തട്ടിക്കൊണ്ട് അഭി നേർത്തൊരു ചീരിയോടെ പറഞ്ഞു. നീ ഇതുവരെ കിടന്നില്ല ആര്യ? രാത്രി ഇത്തിരി വൈകി വീട്ടിലേക്ക് വന്ന അഭി ഉറങ്ങാതെ ഉമ്മർത്തി കാത്തിരിക്കുന്നവരെ കണ്ട് ചെറിയൊരു പരങ്ങിലോടെ തിരക്കി. നേരം വെളുത്തപ്പോൾ ഇറങ്ങിപ്പോയതല്ലേ അഭി നീ? ഇടയ്ക്കൊന്ന് ഫോൺ വിളിച്ചപ്പോൾ സച്ചിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞതല്ലാതെ വൈകുമെന്നൊരു വാക്ക് വിളിച്ച് പറഞ്ഞോടാ നീ? വീട്ടിൽ കാത്തിരിക്കുന്നവരുടെ നെഞ്ചിലെ തീ നിനക്ക് അറിയണ്ടല്ലോ. ആര് എന്തെങ്കിലും പറയും മുൻപ് നിറഞ്ഞ കണ്ണുകൾ തൊഴിൽ ഇട്ടിരുന്ന തോർത്തുകൊണ്ട് തുടച്ചിട്ട് രാധിക സങ്കടത്തോടെ പറഞ്ഞു. എൻ്റെ അമ്മേ, ഇവിടെ അടുത്തൊരു ജോലിക്കാരും സച്ചിൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത്. അതിനുവേണ്ടി അവനെ കാണാൻ കൊട്ടാരക്കെ അവർ പോയതാണ്. അവിടുന്ന് വണ്ടി ഓടിച്ചിങ്ങ് എത്തണ്ടേ? അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അബി പറഞ്ഞു. നിനക്കതൊന്നും പറഞ്ഞിട്ട് പോകാൻ പാടില്ലായിരുന്നു അബി. ആരെയും ചോദിച്ചിട്ട് വീർത്ത മുഖത്തോടെ അവനെ നോക്കി. ജോലിക്കാര്യം അതിവിടെ തന്നെ എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ അത് കിട്ടുമെന്ന് ഒരുപാട് പ്രതീക്ഷിച്ചിട്ട് പിന്നെ അത് നടന്നില്ലെങ്കിൽ എല്ലാവർക്കും അത് വിഷമാവില്ലേ? അതുകൊണ്ടാണ് ഞാനൊന്നും പറയാതെ പോയത്. രണ്ടാളെയും കുട്ടി വീടിനുള്ളിൽ കയറി വാതിൽ അടയ്ക്കുമ്പോൾ അബി പറഞ്ഞു. എന്ത് ജോലിയാടാ മോനെ? അതുടനെ കിട്ടുമോ? രാധിക ആകാംക്ഷയോടെ തിരക്കി. കിട്ടിയമ്മേ. നമ്മുടെ പഴയ വീടിനടുത്തുള്ള ആലിയയുടെ കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ്. അവിടെ പോയി സച്ചിൻ്റെ ഫ്രണ്ടിനെ കൂട്ടി ആളെ കാണാൻ വന്നപ്പോൾ ആണ് ആലിയയുടെ കമ്പനിയാണെന്ന് അറിഞ്ഞത്. കാര്യങ്ങൾ പറയുമ്പോൾ അബിയുടെ മുഖത്തൊരു ചിരിയുണ്ടെന്ന് കാണി അമ്മ മനസ്സ് നിറഞ്ഞു. എന്ത് ജോലിയാണ് അബി? ആര്യം എല്ലാം തിരക്കി. സൂപ്പർവൈസറായിട്ട് തന്നെയാണ് ആര്യ. അവിടെയും ഞാനത് തന്നെയല്ല ചെയ്യുന്നത്. ഇന്ന് ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് തോന്നിയിട്ടാണ് ഇവിടുന്ന് ഒളിച്ചോടിയത്. ഇനിയും വയ്യ ഈ ഓട്ടം ഓടാൻ. അവൻ പറയുന്ന കേൾക്കെ രാധികയും ആര്യയും കണ്ണ് നിറച്ച് അവനെ നോക്കിപ്പോയി. രണ്ടാളും കണ്ണ് നിറച്ചത് മതി. എനിക്ക് വിശക്കുന്നുണ്ട്. കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തു വയ്ക്ക്. ഞാനിതാ ഇപ്പം ഫ്രഷ് ആയിട്ട് വരാം. എന്നാടി ഇത് വേദുവിനും മഞ്ജുവിനും കൂടെ കൊടുത്തേക്ക്. രണ്ടാളെയും നിറമിഴികൾ കാണി അഭി വല്ലായ്മയുടെ നോക്കിയിട്ട് പോക്കറ്റിൽ നിന്ന് 2 ഡയറി മിൽക്ക് എടുത്ത് അവളെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു. ഞങ്ങൾ കഴിക്കാൻ എടുത്ത് വെക്കാം, നീ വേഗം വാ. മുഖം വന്ന് അമർത്തി തുടച്ചുകൊണ്ട് രാധിക പറയെ തലയാട്ടിക്കൊണ്ട് അഭി മുറിയിലേക്ക് പോയി. അവന് ഇവിടെ നിൽക്കാൻ തോന്നിയല്ലോ. എത്ര നാളായി ഞാൻ പറയുന്നു, കണ്ട സ്ഥലത്തൊക്കെ ചെന്ന് കിടന്ന് ജോലി ചെയ്തിട്ട് ആഹാരവും വെള്ളവും പോലും സമയത്തിന് കഴിക്കാതെ
ഇവിടെയാണെങ്കിൽ ഒന്നുമില്ലെങ്കിലും രാത്രി ഇങ്ങനെ വീട്ടിൽ വരും, ആഹാരവും കഴിക്കും. കറികൾ ചൂടാക്കി എടുക്കുമ്പോഴും മകനെക്കുറിച്ച് ആലോചിച്ച് നെഞ്ചി പിടയുന്ന നോവോടെ അവർ ആര്യോട് പറഞ്ഞുകൊണ്ടിരുന്നു. ആ പെണ്ണ് ഇന്ന് നേരത്തെ കിടന്നുറങ്ങിക്കളഞ്ഞല്ലോ അമ്മേ. ഇല്ലെങ്കിൽ ഞാൻ വരും വരെ കാത്തിരിക്കുന്നവളാ. രാധിക വിളമ്പി വെച്ച ചോറ് കഴിക്കാൻ തുടങ്ങും മുൻപ് അബി പറഞ്ഞു. അവൾക്ക് വയ്യട, ചെറിയൊരു പനിമരുന്ന് കഴിച്ചിട്ട് കിടന്നതാണ്. പെണ്ണ് ഞാൻ കുറച്ച് മുൻപ് ചെന്ന് നോക്കുമ്പോൾ ഉറങ്ങിപ്പോയി. രാധിക അവന് കറി വിളമ്പിക്കൊണ്ട് പറഞ്ഞു. ആണോ? ഇന്നലെ മഴ നനഞ്ഞതാണ്. പറഞ്ഞ കേൾക്കില്ലല്ലോ. ആളെയും പോയിട്ട് വിളിച്ചോടി. കഴിക്കിനിടയിൽ സ്വയം പറഞ്ഞിട്ട് അവൻ ആര്യോട് തിരക്കി വിളിച്ചു. അച്ഛൻ്റെ കാര്യം ഓർത്തിട്ട് ആകെ വിഷമത്തിലാണ് ആള്. നീ ആളിനോട് പറഞ്ഞ് ഇവിടെ ഒരു വീട് വയ്ക്കാൻ നോക്ക്. ഇനി ആ തള്ള ചാകും വരെയും അവൾ ആ വീട്ടിൽ കയറി ഇറങ്ങും, അത് ഉറപ്പാണ്. അബി കാര്യമായി തന്നെ പറഞ്ഞു. അതൊക്കെ ശരിയാകും അബി. അവിടുത്തെ അച്ഛനെ ആര് നോക്കും? അച്ഛൻ കഴിച്ചു പോലും അവർ അന്വേഷിക്കില്ല. കുളിക്കാൻ നേരം ഞാൻ പറയുമ്പോഴാണ് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്ന പോലും. ആര് സങ്കടത്തോടെ പറഞ്ഞു. എടി, അതൊന്നും ഓർത്ത് നീ വിഷമിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ അവിടെ ഇല്ലെങ്കിൽ അവർ അങ്ങളെ നോക്കൂ എന്ന് നമുക്ക് നോക്കാം. ഒട്ടും പറ്റില്ലെങ്കിൽ അങ്ങളിൻ്റെ കാര്യം നോക്കാൻ വിശ്വസ്തനായൊരു ഹോം നേഴ്സിനെ വിനയൻ ഏർപ്പാടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും അല്ലെങ്കിൽ അങ്ങളിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാടി. ഞാനല്ല പറയുന്നത്, നിനക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ മതി. കഴിച്ച് എഴുന്നേൽക്കാൻ നേരം അവളുടെ തലയിൽ ഒന്ന് കൊട്ടിക്കൊണ്ട് അബി പറഞ്ഞു. ഞാൻ പ്രവീണിനോട് പറഞ്ഞു നോക്കാം. ആര്യ ആലോചനയോടെ പറഞ്ഞു. മതി, നല്ലോണം ആലോചിച്ച് തീരുമാനമെടുത്താൽ മതി. അതുപോലെ ഇവിടെ വീട് വയ്ക്കുന്നത് പ്രവീണിന് ഇഷ്ടമല്ല എങ്കിൽ നിർബന്ധിക്കുകയും ചെയ്യരുത്. ആലോചിച്ച് ആര്യയോടായി രാധിക പറഞ്ഞു. ബാക്കിയൊക്കെ പതി ആലോചിക്കാം. നാളെ സച്ചിൻ മോളെയും കൊണ്ടുപോയി സ്കൂളിൽ വിടും, അതുപോലെ കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യും. ഇപ്പം നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. നേരെ ഒരുപാടായി. വാടിയ മുഖത്തോടെ ഇരിക്കുന്നവളോടായി അബി പറഞ്ഞു. അവൾ അബിയെ നോക്കി നേർമയിലൊന്ന് മൂളിയിട്ട് കിടക്കാനായി പോയി. അമ്മ കിടക്കുന്നില്ലേ? തന്നെ ഉറ്റി നോക്കി നിൽക്കുന്ന രാധിക്ക് നോക്കി ചെറുചീരിയോട് അബി തിരക്കി. ഞാൻ കിടന്നോളാം. അല്ല, നീ ആരെയും പ്രവീണിനെയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഇതുവരെ ഇല്ലാത്ത ഉത്സാഹം കാണിക്കുന്നത് എന്തിനാടാ? അബി ചൂട് നോക്കിക്കൊണ്ട് രാധിക തിരക്കി. ഞാൻ എന്ത് ഉത്സാഹം കാണിച്ചെന്നാണ് അമ്മ പറയുന്നത്? നമ്മൾ അവിടുത്തെ സ്ഥലം വിറ്റ് വാങ്ങിയപ്പോഴേ തീരുമാനിച്ചതല്ലേ ഇതിൽ 5 സെൻറ്റ് അവൾക്കുള്ളതാണ്. അതങ്ങ് കൊടുത്തേക്കാമെന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതാണ് ഞാൻ. പിന്നെ ഒന്നുകൂടെ ഉണ്ട്, എൻ്റെ പെങ്ങളെ കണ്ടവർക്ക് തട്ടിക്കളിക്കാൻ ഞാൻ വിട്ടുകൊടുക്കില്ല. ഇനി എന്തുപോലെ വന്നാലും അവളെ ഞാൻ താമസത്തിന് അങ്ങോട്ട് വിടില്ല. അതുപോലെ അളിയൻ്റെ അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യും. ആ സ്ത്രീയെയും അവരുടെ മോളെയും ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടില്ലെന്നല്ലേ ഉള്ളൂ. താമസിക്കാൻ വീട് മാത്രം പോരല്ലോ, ഒരു മനുഷ്യന് കഴിയാൻ ആഹാരവും ഉടുക്കാൻ വസ്ത്രവും, അസുഖം വന്നാൽ മരുന്നും കഴിക്കണ്ടേ? തെണ്ടിക്ക് ഞാൻ ആ അമ്മയും മകളെയും എന്നെ തകർത്ത ഓരോരുത്തരെയും. നിസ്സാരമായിട്ടാണ് ആദ്യം പറഞ്ഞതെങ്കിൽ പിന്നെ ഓരോ വാക്കുകൾ പറയുമ്പോഴും അവിടെ നനപൂറിയ മിഴികളിൽ തെളിഞ്ഞ പക രാധിക ഇപ്പോൾ വ്യക്തമായി കണ്ടു. അവൻ്റെ അഭാവത്തിൽ അവിടെ ഉള്ളിൽ കിടങ്ങി. കഴിഞ്ഞു പോയതിൻ്റെ പിന്നാലെ പോയി വീണ്ടും പ്രശ്നത്തിൽ ചാടാനാണ് അബി ചോദിച്ചുകൊണ്ട് അവർ ആശങ്കയോടെ അവനെ നോക്കി. ഞാൻ ആരോടും ഒന്നും ചോദിക്കാനോ പറയാനോ പോകുന്നില്ലമ്മേ. എൻ്റെ ആര്യ, അവളെ ഇനി ആ തട്ടിക്കളിക്കാൻ ആ സ്ത്രീക്ക് വിട്ടുകൊടുക്കില്ലെന്നേ ഞാൻ പറഞ്ഞോളൂ. അവൾ ഇവിടെ നിൽക്കണമെങ്കിൽ അങ്കിൾ കൂടെ ഉണ്ടാകണം. അതിന് ഞാൻ മുൻകൈ എടുക്കേണ്ടി വരും, അത്രയുള്ളൂ. അല്ലാതെ ഞാനായിട്ടൊരു പ്രശ്നത്തിന് പോവില്ല. അമ്മ പോയി കിടന്നുറങ്ങാൻ നോക്ക്. അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് അബി പറഞ്ഞു. ആവശ്യമില്ലാത്ത ഒരു പ്രശ്നത്തിന് പോകരുതബി. എനിക്ക് നിങ്ങളെയുള്ളൂ. എന്നെ ജീവനെ പോലെ സ്നേഹിച്ച നിങ്ങൾ അച്ഛൻ പോയിട്ടും ആ കൂടെ പോകാതെ ഞാൻ പിടിച്ചുന്നത് ജീവിക്കാനുള്ള കൊതി കൊണ്ടല്ല. നിങ്ങളെ മൂന്നിനെയും ഓർത്തിട്ടാണ്. എൻ്റെ ജീവൻ പോകുമ്പോൾ മൂന്നാളും എനിക്ക് ചുറ്റിനും വേണം. അവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ടെന്ന് വിങ്ങി പൊട്ടി രാധിക പറയുമ്പോൾ അന്ന് തന്നെ പോലീസ് പിടിച്ചപ്പോഴും വൈഷ്ണവിയുടെ അമ്മാവൻ ആ കേശുവിൻ്റെ ഗുണ്ടകൾ തന്നെ തല്ലിക്കൊല്ലാൻ നോക്കിയപ്പോഴേക്കും എൻ്റെ അമ്മ എന്തോരം വേദനിച്ച് കാണുമെന്നതായിരുന്നു അവരെ ചേർത്ത് പിടിച്ച അബി ആ നിമിഷം ചിന്തിച്ചത്. ഒന്നുമില്ലമ്മ, നമ്മുടെ വേദനകളൊക്കെ മാറും. ഇപ്പം തന്നെ കണ്ടില്ലേ, ആ ജോലിക്കാരത്തിന് ഒരു പ്രതീക്ഷയുമില്ലാതെ പോയതാണ്. പക്ഷെ ഒരു നിമിത്തം പോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളുടെ അടുത്ത് തന്നെ ദൈവം എന്നെ കൊണ്ടെത്തിച്ചു. അമ്മയും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞ് സമാധാനിപ്പിച്ച് മുറിയിൽ കൊണ്ടുപോയി കിടത്തി പുതപ്പിച്ചു കൊടുത്തിട്ടാണ് അബി കിടക്കാനായിട്ട് പോയത്. ദേഹമൊക്കെ വേദനയുണ്ടോ ഏട്ടാ? നിരഞ്ജൻ്റെ അടുത്ത് വന്നിരുന്ന അവൻ്റെ കാലിലും കവളിലും ഒക്കെ തൊട്ട് നോക്കിയിട്ട് നിവി തിരക്കി. വലിയ വേദനയില്ല കുഞ്ഞി, എനിക്ക് ഒന്ന് എഴുന്നേറ്റ് നടക്കണം. എന്തെങ്കിലും ജോലി ചെയ്ത് നിങ്ങളെ രണ്ടാളെയും അല്ലല്ലറിയിക്കാതെ നോക്കണം, അത്രയ്ക്കോ ആഗ്രഹമുള്ളൂ. അതിനുവേണ്ടി എത്ര വേദന ഉണ്ടെങ്കിലും ഏട്ട സഹിക്കും. അവളുടെ മുഖത്ത് നോക്കി ചെറു ചിരിയോടെ നിരഞ്ഞ് പറഞ്ഞു. എനിക്കറിയാം, ഈ ചിരി എന്നെ കാണിക്കാൻ വേണ്ടിയാണ്. വേദന കടിച്ചു പിടിച്ചിരിക്കുക. ഏട്ടനിപ്പോൾ എഴുന്നേറ്റ് നടന്നാൽ ഉടനെ ജോലിക്കൊന്നും പോകണ്ട. ഏട്ടന് നല്ലോണം സുഖമാവട്ടെ, എന്നിട്ട് ജോലിക്ക് പോയാൽ മതി. ഏട്ടത്തിക്കൊപ്പം ഞാനും കുറച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ പോവാണ്, അല്ലേ ഏട്ടത്തി? നിരഞ്ജനെ നോക്കി സന്തോഷത്തോടെ അതേ സ്നേഹത്തോടെ നിവി പറഞ്ഞു. അതൊന്നും വേണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ ഇപ്പം നന്നായിട്ട് പഠിക്കാൻ നോക്ക്. നല്ല മാർക്ക് വാങ്ങിയാലേ PGക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. നിവിയെ നോക്കി പറഞ്ഞിട്ട് മടക്കിയ തുണികൾ അലമാരയിൽ അടുക്കി വെച്ചു ലക്ഷ്മി. ഞാൻ പഠിപ്പിച്ചോളാം ഏടത്തി, നല്ല മാർക്ക് വാങ്ങിക്കോളാം. പക്ഷെ ഞാനും വൈകിട്ട് ഏടത്തിയെ സഹായിക്കാൻ കൂടും. എൻ്റെ ചക്കര ഏടത്തിലൊന്ന് സമ്മതിച്ചേ. ലക്ഷ്മി ചുറ്റിപ്പിടിച്ചിരുന്ന് പെണ്ണ് കെഞ്ചി.
കുറേയേറെ മാസങ്ങൾക്ക് ശേഷം അവളുടെ ആ വർത്തമാനവും കൊഞ്ചിലുമൊക്കെ കാണി വിടർന്ന മിഴികളുടെ നിരഞ്ജൻ അവൻ്റെ കുഞ്ഞിക്കിളി നോക്കിക്കിടന്നു. ഇത് മതി, എൻ്റെ കുഞ്ഞിയുടെ മുഖത്തെ ഈ തെളിച്ചം, ആ ചിരി, അതൊക്കെ മതി ഈ നിരഞ്ജൻ്റെയും ലക്ഷ്മിയുടെയും ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കാൻ. സന്തോഷം കൊണ്ട് നിറഞ്ഞു പോയ കണ്ണുകൾ ചിമ്മി അടച്ചു നിരഞ്ജൻ.